റിപ്പോർട്ട് ബ്രേക്കിംഗ്. ദേവസ്വം ബോർഡിന്റെ ശിലാഫലകത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരും മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ശരണാശ്രയ പദ്ധതിയിലാണ് പോറ്റിയും ഉൾപ്പെട്ടത്. പദ്ധതി സഹകരണം എന്ന പേരിലാണ് പോറ്റിയുടെ പേര് ഫലകത്തിലുള്ളത്. ദ്വാരപാലക ശില്പം സന്നിധാനത്ത് സമർപ്പിച്ചതിന്റെ തലേ ദിവസമായിരുന്നു പരിപാടി. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണാം ആദ്യം. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹകരണത്തിന്റെ വിവരങ്ങൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ശിലാഫലകത്തിൽ തന്നെ കൊത്തിവെച്ച രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരാണ് ഇപ്പോൾ കാണുന്നത്. ഇതെപ്പോ ഉദ്ഘാടനം ചെയ്തതാണ് പദ്ധതി? സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ നിമിഷത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഓരോ പുതിയ വിവരങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി സഹകരിച്ച് ഇടപെട്ട് നടന്ന ഓരോ കാര്യങ്ങളുടേതായ വിവരങ്ങളും തെളിവുകളും ഒക്കെ പുറത്തു വരികയാണ്. ഇത് നടന്നത് 2019 സെപ്റ്റംബർ 10-ാം തീയതിയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കിളിയൂർ എന്ന പ്രദേശത്തുള്ള രമണി എന്ന സ്ത്രീക്ക് ദേവസ്വം ബോർഡിന്റെ ശരണാശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെച്ചുകൊടുത്ത വീടിന്റെ ശിലാഫലകമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ആ ശിലാഫലകത്തിലാണ്, അതായത് ദേവസ്വം ബോർഡ് നടത്തിയ പരിപാടി അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത താക്കോൽ ദാനം നൽകിയ പരിപാടിയിൽ പ്രധാനപ്പെട്ട കക്ഷിയായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സാന്നിധ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ടായിരുന്നു. ശിലാഫലകത്തിൽ അദ്ദേഹത്തിന്റെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പദ്ധതി സഹകരണം എന്ന തലക്കെട്ടിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ബ്രാക്കറ്റിൽ ബാംഗ്ലൂർ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല ഘട്ടങ്ങളിലായി നേരത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനടക്കം കടകംപള്ളി സുരേന്ദ്രന്റെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനെയൊക്കെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം എതിർക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ച് പങ്കെടുത്ത പരിപാടിയുടേതായിട്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറും ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. മുൻപ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹമോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ തുമ്പ് നൽകി എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ രമണി എന്ന സ്ത്രീക്ക്, അത് വർഷങ്ങൾക്ക് ശേഷമാണ് രമണി എന്ന സ്ത്രീക്ക് ഇത്തരത്തിൽ ഒരു വീട് വെച്ച് കൊടുക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരണാശ്രയ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീടിന്റെ പരിപാടികളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. അതിന്റെ ആദ്യാവസാനം, അതായത് ഈ വീടിന് വേണ്ടിയുള്ള തറക്കല്ലിട്ടത് മുതൽ താക്കോൽ ദാനം നടത്തിയത് വരെയുള്ള മുഴുവൻ പരിപാടികളിലും മുഴുവൻ ചടങ്ങുകളിലും സജീവ സാന്നിധ്യമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നുവെന്ന് ഈ രമണി ഏറ്റെടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ദേവസ്വം ബോർഡ് നൽകിയ ഉറപ്പ് അത് നടപ്പാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ തനിക്ക് ഇത് പാളി എന്താണ്, ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് അറിയില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പല ഘട്ടങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ അവിഭാജ്യ ഘടകമായിരുന്നു എന്നതിന്റെ ഓരോരോ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.